ഒരു ഗ്രോ ബാഗിൽ ചീരയാണ് എൻ്റെ. എന്താ ഒരേ ഒരു ഗ്രോ ബാഗിൽ ഒരു തോരൻ വയ്ക്കാനുണ്ട്. ഇച്ചിരി പയറും അരിഞ്ഞ് പിന്നെ അതിനടുത്ത ഒരു തോരൻ വയ്ക്കുള്ളതുണ്ട്. മുറിച്ചെടുക്കാം. അപ്പം ഇത്രയും ഭാഗം വെച്ച് വേണം മുറിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അരിയും തയ്യും വരും, അരിയാവും. ഇത്രയും ഭാഗം വെച്ച് ഇവിടെ ഇത്രയും ഭാഗം വെച്ച് മുറിക്കാം. വേണ്ട, ഇത്രയും ഭാഗം വെച്ച് അത് പെട്ടെന്ന് കിളിക്കും. ഇല കിളിച്ച് ഇതിനേക്കാളും ഇനിയും വരും. ഞാനങ്ങനെ മുറിച്ചതാണ്. വിത്ത് വരുന്നതിന് മുമ്പേ, പൂക്കൾ വരുന്നതിന് മുമ്പേ മുറിച്ചെടുക്കണം ചീര. ഇതിൻ്റെ ഒരു ചുവടാണ്. ഈ ഒരു ചുവടിൽ നിന്ന് പൊട്ടിക്കിളിക്കുന്നുണ്ട്. കണ്ട, ഇത് ഇത്രയും പൊക്കി വേണം നമ്മൾ വെട്ടിയെടുക്കാൻ. നല്ല മുറിയുന്ന കത്തി വെച്ച് വെട്ടി ഇവിടത്തേക്കൊരു ഇത് വരാതെ മുറിച്ചെടുത്താൽ 2 ആഴ്ച കൂടുമ്പോൾ നമുക്കിതുപോലെ മുറിച്ചെടുക്കാം ചീര. 2 ഗ്രോ ബാഗിലെ ചീര ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ സുഭിക്ഷമായിട്ട് തോരൻ വയ്ക്കാം. എന്തിനാണ് വിഷവും പച്ചക്കറിയും വാങ്ങിക്കുന്നത്? ഒരു ഗ്രോ ബാഗിൽ നിന്ന് എനിക്ക് ഇത്രയും ചീര കിട്ടി. ഒന്നിനും ഞാൻ പൂ വന്നിട്ടില്ല. പൂ വരുന്നതിന് മുമ്പേ വേണം നമ്മളെടുക്കാൻ. കണ്ടോ, ഇത്രയും ചീര കിട്ടി. അതിനെ മുറിച്ചിരിക്കുന്നുണ്ട്. ഈ ഒരു ചുവട് ആദ്യം കിളിച്ച് വന്ന് ഞാൻ മുറിച്ചപ്പോൾ അതിൽ നിന്ന് എത്ര ശിഖരം പൊട്ടിക്കിളിച്ച് വന്നിരിക്കുന്നു. ഇലച്ചെടികൾക്ക് നിങ്ങൾ ഒന്നും വളമായിട്ടിട്ട് കൊടുക്കണ്ട. കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും മുട്ടത്തോടും ഇല തേയിലയാണെങ്കിൽ അത്രയും നല്ലത്. അല്ല, സാധാ തേയില മതി. ഇട്ട് കൊടുത്ത 2 ഗ്രോ ബാഗിൽ ചീരയുണ്ടെങ്കിൽ നമുക്ക് സുഭിക്ഷമായി തിന്നാം. എല്ലാം താഴെ പോയി, പറക്കിയെടുക്കട്ടെ. ഞാൻ ഇന്ന് നല്ലൊരു തോരൻ വയ്ക്കും. എന്തോ എടുക്കുമെന്ന് ഇങ്ങനെ നിൽക്കുന്ന വലിയ പയറിൻ്റെ ഇലയുണ്ടല്ലേ, കിളുന്തല, അതിൻ്റെത് ഈ ഇലയും ഒന്നിടവിട്ട് ഇത് വിച്ചിയ ഇത് വിൽക്കില്ല, ഇത് വിൽക്കും. അങ്ങനെ ഒന്നിടവിട്ട് ഞാൻ പിച്ചെടുത്തിട്ട് ഈ ചീരത്തോരൻ്റെ കൂടെ, ചീര അരിയുന്നതിൻ്റെ കൂടെ അരിഞ്ഞ് ആദ്യം തോരൻ വയ്ക്കുമ്പോൾ പയറില ഇടണം. അങ്ങനെ ചെയ്യും. കണ്ട, എല്ലാം നല്ല വലിയ ഇല. കൂടുതൽ മുറ്റിയതെടുക്കരുത്. ഇതുപോലെയുള്ളത്. ഇത് ഞാൻ വെട്ടിയാൽ ഇത് വെട്ടൂല. പക്ഷേ ഈ ഇല ഞാനങ്ങ് നിർത്തി വയ്ക്കും. ഇത് രണ്ടുമേ എടുക്കൂ. അങ്ങനെ എടുത്ത് ചീരയുടെ ആ ഇലയുമായിട്ട് ഇച്ചിരി പയറും ഇട്ട് നല്ലൊരു തോരൻ വയ്ക്കും. അത് ഇനിയൊരു ദിവസം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. എൻ്റെ ഈ തുമ്പി കൈയുടെ ഇല നിർത്തി വയ്ക്കും. മറ്റത് രണ്ടും എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടില്ല. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ആണ്ടോ, എന്തോ. പിന്നെ മുകളിലോട്ട് വലുതായിട്ടില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. എടുക്കണമെങ്കിൽ അതെടുക്കാം, ഈ നിൽക്കുന്നത് എടുക്കാം. പക്ഷേ ഞാൻ എടുത്തില്ല. മതി, കുഞ്ഞു തോരൻ മതി. നോയമ്പൊക്കെ അല്ലേ. അപ്പം എല്ലാവർക്കും സുഖമല്ലേ. ഞാൻ ഇങ്ങോട്ട് താഴോട്ട് ഇത് നിർത്തിക്കൊണ്ട് ഇതിനെ എടുത്ത്, അതേപോലെ ഇവിടെ ഇതെടുത്ത്. ഇവിടെയൊക്കെ ഇച്ചിരി കേടായും ഒരുപാടങ്ങ് മുറ്റിയയില്ല. ഇതിൻ്റെ ഒരെണ്ണം എടുത്ത്, പയറിലയുമായിട്ട് ആ ചീര തോരൻ വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.